വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന വളരെ ആരോഗ്യപ്രദവും എന്നാൽ സ്വാദിഷ്ടവുമായ ഈ വെജിറ്റബിൾ റൈസ് ബിരിയാണി റൈസിനെ പോലും വെല്ലുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായി പാചകം ചെയ്യാൻ സാധിക്കുന്ന ഒരു വെജിറ്റബിൾ റൈസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. ഇതൊരു വീഗൻ ഡിഷാണ്. അപ്പോൾ ഈ റൈസ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് 3 കപ്പ് ബസ്മതി അരി കഴുകി വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് കോളിഫ്ലവർ, 1 കപ്പ് ബ്രോക്കോളി, 1 കപ്പ് ക്യാരറ്റ് എല്ലാം ഡൈസ് ചെയ്തിരിക്കുന്നതാണ്. 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് അത് കഴുകി വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ, 1/4 കപ്പ് വെളിച്ചെണ്ണ, 3.5 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഹോംമേഡ് ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാചകം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് മീഡിയം ഹീറ്റിൽ ചൂടാക്കുക. പാത്രം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഇത്രയധികം എണ്ണ ചേർക്കേണ്ടതുണ്ടോ എന്ന് തോന്നിയേക്കാം, എന്നാൽ ഈ റൈസിന് നല്ല റിച്ച്നെസ് നൽകാൻ ഇത്രയും ഫാറ്റ് ആവശ്യമാണ്. അടുത്തതായി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. റൈസ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഹോംമേഡ് ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാലയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. വെള്ളം ചേർക്കാം. തേങ്ങാപ്പാൽ ഇടുന്ന പാത്രം കഴുകി ഞാൻ ചേർക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി കോളിഫ്ലവർ ചേർക്കാം. ഇളക്കി യോജിപ്പിക്കുക. ഇനി പാത്രം മൂടി വെച്ച് വേവിക്കാം.
ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. പാത്രത്തിൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ അളവ് റൈസിൻ്റെ ലെവലിലേക്ക് എത്തുന്നതുവരെ വേവിച്ചുകൊണ്ടേയിരിക്കുക. ചോറിൻ്റെ മുകളിലുള്ള വെള്ളം വറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ബ്രോക്കോളി, ഗ്രീൻ പീസ് നന്നായി ഇളക്കി കൊടുക്കുക. മൂടി വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക. ഇനി പാത്രത്തിൻ്റെ മൂട 15 മിനിറ്റിന് ശേഷം മാത്രം തുറക്കുക. അങ്ങനെ 15 മിനിറ്റിന് ശേഷം റൈസും വെജിറ്റബിൾസും പെർഫെക്റ്റായി കുക്കായിരിക്കുകയാണ്. ഈ റൈസിനെ പ്ലേറ്റിലോട്ട് വിളമ്പാം. ഈ ഒരു ബാച്ച് റൈസിൽ നിന്നും 6 മുതൽ 8 പോർഷൻ വരെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൈസ് തയ്യാറായിരിക്കുകയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉഗ്രൻ റൈസാണ്, വളരെ ആരോഗ്യപ്രദമായ റൈസാണ്. ബ്രോക്കോളിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിരിക്കണം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് റോക്കിംഗ് റോക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.